ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു നൈറ്റ് ആണ്. ഞാനാണ് ഇന്ന് എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചുമ്മാ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാനാണിന്ന് കുക്കിംഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പൂരിയും പനീർ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ കറി എനിക്കെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ല, യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, എന്നാലും തട്ടിക്കൂട്ടി നമുക്ക് പനീർ കറി ഉണ്ടാക്കാം. പിന്നെ പൂരി ഉണ്ടാക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഒന്നീ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു നൈറ്റ് വ്ലോഗ് കാണാം. അപ്പം നമ്മുടെ പനീർ കറീൻ്റെ ഒരു ഇത് ആയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഞാൻ പ്രാവശ്യം ഉണ്ടാക്കിയത് വേറൊരു സ്റ്റൈൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഇല്ല. അപ്പം അമ്മ ഇപ്പോൾ റൂമിൽ കിടക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. അപ്പം പൂരി അമ്മ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയാലോ എന്ന്. നടക്കുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് ട്രൈ ചെയ്യില്ലെങ്കിൽ അമ്മ ഒന്ന് ഉണ്ടായിക്കോളും. ഓക്കെ, ഇത് പിന്നെ പൂരിയുടെ മാവിൽ നിന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെ ഉള്ളിയൊക്കെ അരിഞ്ഞു തന്നത് അമ്മയാണ്. അത് കഴിഞ്ഞ് അമ്മ റെസ്റ്റ് എടുക്കാൻ പോയതാണ്. ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കുമെന്ന്. അപ്പോൾ ഈ വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ഇടാനില്ല. എനിക്ക് അവിടെ വെച്ച് എടുക്കാൻ പറ്റുന്നത് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കരുത്, നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്കിനി ആ കറീൻ്റെ ഇത് നോക്കാം. അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കിയല്ല, പരത്തും, അമ്മ ചുട്ടെടുക്കും. അതാണ് നമുക്ക് ആദ്യം ഇത് ഇങ്ങനെ ആക്കണം. ഇത്രയും മതിയാ? കണ്ണൊക്കെ അടിച്ച് പോയി. അതിന് നമ്മളിങ്ങനെ പരത്താം. കറക്റ്റ് റൗണ്ടിലെങ്കിലും വരൂല, എന്നാൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ അമ്മയാണ് ഗൈസ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മ്യൂസിക് ഇടുന്നത്. ഞാൻ ഒരു പൂരി പരത്തി കഴിയാറായി ഗൈസ്. ഇതാണ് ഞാൻ പരത്തിയ പൂരി. റൗണ്ടൊന്നും കാണില്ല, നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെ നമ്മുടെ കറീൻ്റെ ഈ സാധനം തണുത്തിട്ടുണ്ട്. നമുക്കിനി അരച്ചെടുക്കാം. ഇടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടയ്ക്കണം, ക്ലോസ്, ദെൻ അരച്ചിട്ട് വരാം. നമുക്കൊരു ട്രാൻസിഷൻ എടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി കുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, എനിക്കിനി കുക്ക് ചെയ്യുന്നത് എടുക്കാൻ പറ്റൂല, കാരണം ഫോണൊന്നും വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റെഡി. എനിക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും തോന്നില്ല, കഴിക്കുമ്പോൾ ടേസ്റ്റും കാണുമെന്ന് എനിക്കറിയില്ല. കുറച്ചേ ഉള്ളൂ, അതാണ് ഇങ്ങനെ ഒരു പാറ്റേണിൽ അതിരിക്കുന്നത്. നമുക്കിതിനി ടേബിളിലോട്ട് സെർവ് ചെയ്യും. അല്ല, ടേബിളിൽ സെർവ് ചെയ്യാൻ പറ്റുമല്ലോ, ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൂരിയും കൂടെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതായിരിക്കുന്നു. ഇനി പ്ലേറ്റും സ്പൂണൊക്കെ എടുത്തിട്ട് അമ്മ വരും. അപ്പോൾ പൂരി കുറച്ചൊക്കെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്, കുറച്ച് ഞാനും ഉണ്ടാക്കി. എന്താ പറഞ്ഞത്, അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ ചോറാണ് കഴിക്കാറ്. അപ്പൂപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ, ഞാനും അമ്മയും മാത്രം ഉള്ളപ്പോഴാണ് ഇങ്ങനെ രാത്രി അമ്മ പാത്രത്തിൽ ഇവിടെ അടി കൂടുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, രാത്രി ഞാനും അമ്മയും മാത്രം ഉള്ളപ്പോഴാണ് ഇങ്ങനെ പൂരി അങ്ങനത്തെ പോലത്തെ കാപ്പി കഴിക്കുന്നത്. അല്ലെങ്കിൽ ചോറാണ് ഗൈസ്. അപ്പോഴാണ് എൻ്റെ കുക്കിംഗ് സ്കില്ലുകൾ പുറത്ത് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, കണ്ണടിച്ച് പോയി, ഫ്ലാഷ് അടിച്ചിട്ട് നമുക്ക് പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ പനീർ കറി. ഇതിൽ എനിക്കൊന്നും കണ്ടുകൂടും ഗൈസ്, ഫ്ലാഷ് അടിച്ചിട്ട്. പൂരി സെറ്റായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പൂരിയൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. നോർമലി ഞങ്ങൾ ഡൈനിങ് ടേബിളൊന്നും അല്ല ഇരുന്ന് കഴിക്കാറ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കും, യൂട്യൂബ് കണ്ടിട്ട് ഉപ്പുമുളകും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കും. അല്ലാത്തവരെല്ലാം സെറ്റിലൊക്കെ ഇരുന്നാണ് കഴിക്കാറ്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ വന്നിരുന്ന് കഴിക്കും. എങ്കിലും ഒരു രസമുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാനൊന്നും ഭയങ്കര അറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിക്കുറ്റുന്നത് ഓക്കെ, ക്ഷമിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. നല്ല ക്രിസ്പി പൂരിയാണ് ഗായ്സ്. നമുക്ക് വയ്ക്കാം. 1 2. നമ്മുടെ പനീർ കറി വെക്കാൻ വേണ്ടി സ്പൂൺ വന്നിട്ടില്ല, സ്പൂൺ വന്നുകൊണ്ടിരിക്കാം. ഇനി നമ്മുടെ പനീർ കറി ഉള്ളതുകൊണ്ട് സെർവ് ചെയ്യാം.
നമ്മൾ കുറച്ചുണ്ടാക്കിയതിൻ്റെ കാരണം ഞാൻ അമ്മ മാത്രമല്ലേ കഴിക്കാനുള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഉണ്ടാക്കിയപ്പോൾ കുറഞ്ഞു പോയതല്ല അല്ലേ. നമുക്ക് കഴിച്ച് നോക്കാം. എന്നിട്ട് ഞാൻ വീഡിയോ ഓഫാക്കും. എന്നിട്ട് ബൈ ബൈ പറയാം. നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പുളിപ്പ് കൂടിപ്പോയെന്നൊരു ഡൗട്ടുണ്ട്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ അല്ലേ? കൊള്ളാം ഗൈസ്. നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ട്. കുറച്ച് പുളി പിഴിഞ്ഞ് കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഇല്ല, കുറച്ച് പുളി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇല്ലേ. പക്ഷെ അന്നത്തെ പനീർ കറിയുടെ അത്ര വന്നില്ല എൻ്റെ ബട്ടർ മസാല. കഴിച്ചില്ല ഐസ്. അപ്പോൾ ഞാൻ അമ്മ കിടക്കാൻ പോവാണ്. ഇപ്പോൾ സമയം എത്രയായി? 9 ആയി കാണും. നേരത്തെയാണ് ഈ കിടന്നത്. നമ്മൾ നോർമലി ലേറ്റായിട്ടാണ് കിടക്കാറ്, പക്ഷെ നേരത്തെയാണ് കിടന്നത്. ഇന്ന് കഴിച്ചപ്പോൾ എന്തോ നേരത്തെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പനീർ കറി ഫസ്റ്റ് ട്രൈയും ഫ്ലോപ്പായെന്ന് വെച്ചാൽ ഇല്ല ഗൈസ്, പുളി കൂടിപ്പോയി കുറച്ച്, അത്രയേ ഉള്ളൂ പ്രശ്നം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കാണാറുണ്ട് ഇത് വീഡിയോസ്. കാണാറുണ്ടെന്നല്ല, ചിലപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖമൊക്കെ കാണാറുണ്ടെന്ന് എനിക്കറിയാം. ഒരു 1K 2K വ്യൂസൊക്കെ വന്നാലും ആരും സബ്സ്ക്രൈബും ചെയ്യില്ല, ലൈക്കും ചെയ്യില്ല. എല്ലാവരും ചെയ്യണേ, ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നത് മിക്കവാറും എൻ്റെ റിലേറ്റീവ്സ് മാത്രമായിരിക്കും ലാസ്റ്റ് വരെ ഇതൊക്കെ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.